അള്ളാഹുവിനുള്ള ഹക്കുണ്ട്, ജനങ്ങളോടുള്ള ഹക്കുണ്ട്. ഈ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കിയിട്ട് നമ്മളെ ലൈഫിൽ ചില കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ജനങ്ങളുടെ ഹക്കിന് വേണ്ടി അള്ളാഹുവിനോടുള്ള ഹക്ക് നമുക്ക് ഒഴിവാക്കാൻ പാടില്ല. രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? 5 നേരത്തെ നിസ്കാരം ഞാൻ ഒഴിവാക്കണം, എനിക്ക് എന്റെ മക്കളെ നോക്കാനുണ്ട്, പാടില്ല. മക്കളെ നോക്കണം, അള്ളാഹുവിന് സമയം കൊടുക്കണം. അത് ബാലൻസ് ചെയ്യണം ലൈഫിൽ, റൈറ്റ്? അതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത്തരം നന്മകളെ നമ്മളെ ലൈഫിൽ പ്രയോറിറ്റൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു വിശ്വാസിയാകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നിനും സമയമില്ല, നന്മകൾക്കൊന്നും സമയമില്ല, എനിക്ക് സമയമില്ല, നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, കല്യാണം കഴിക്കട്ടെ, അല്ലെങ്കിൽ ഉംറക്ക് പോട്ടെ, അല്ലെങ്കിൽ ജോലി കിട്ടട്ടെ, എന്നിട്ട് നന്നാവാം, അല്ലെങ്കിൽ നോമ്പ് വരട്ടെ, എന്നിട്ട് നന്നാവാം എന്നൊക്കെ പറഞ്ഞ് നന്മകളെ പിന്തിരിപ്പിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പക്വതയില്ലാത്ത ആത്മാക്കളാണ്. പക്വതയില്ലാത്ത ആത്മാക്കൾക്ക് എന്താ പ്രശ്നം? പക്വതയില്ലാത്ത ആളുകൾ ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതം. പക്വതയില്ലാത്ത ആളുകൾ എല്ലാം ഹേസ്റ്റി ആയിട്ട് ചെയ്യും. എന്നുവെച്ചാൽ ബേജാറ്, വേവലാതി കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. ഹേസ്റ്റിനെസ്, വേവലാതി, പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ആരിൽ നിന്നാണ്? ശൈത്താനിൽ നിന്നാണ്. അവൻ ശൈത്താന്റെ പാവക്കുട്ടിയായി മാറുകയും ചെയ്യും. അങ്ങനത്തെ പക്വതയില്ലാത്ത ആത്മാക്കൾ ശൈത്താന്റെ പാവക്കുട്ടികളായി മാറും.